Next topic is solution of non-homogeneous recurrence relation. Solution of non-homogeneous recurrence relation. അപ്പോൾ നമുക്ക് ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിൽ നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ഒരു നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ദറ്റ് ഈസ് C0 ഇൻറ്റു an plus C1 an minus 1 plus C2 an minus 2 plus etc plus Ck an minus k is equal to f of n. ഇതാണ് ഒരു നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇവിടെ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷനായിട്ട് മാറുന്നത്. ഇവിടെ നോൺ ഹോമോജീനിയസ് ആണെന്നുണ്ടെങ്കിൽ ദെൻ എഫ് ഓഫ് എൻ ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് നോൺ സീറോ ആണെങ്കിലാണ് അത് നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷനായിട്ട് മാറുന്നത്. ദെൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ദറ്റ് ഈസ് ദി ഇക്വേഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ. ദെൻ ദി സൊല്യൂഷൻ ഓഫ് ദിസ് നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ഈസ് ഓഫ് ദി ഫോം. അപ്പോൾ ഈ നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് an. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഈസ് an ഈസ് ഈക്വൽ ടു anh. വട്ട് ഈസ് anh? ദറ്റ് ഈസ് ദി ഹോമോജീനിയസ് സൊല്യൂഷൻ പ്ലസ് anp, ദറ്റ് ഈസ് ദി പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ ഹോമോജീനിയസ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ആ ഹോമോജീനിയസ് സൊല്യൂഷൻ്റെ കൂടെ പർട്ടിക്കുലർ സൊല്യൂഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ കിട്ടും. ഇതിൽ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദി സൊല്യൂഷൻ ഓഫ് ദി അസോസിയേറ്റഡ് ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷനാണ്. എങ്ങനെയാണ് കിട്ടുന്നത്? ദറ്റ് ഈസ് C0 ഇൻറ്റു an പ്ലസ് C1 ഇൻറ്റു an മൈനസ് 1 പ്ലസ് C2 ഇൻറ്റു an മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് Cn ഇൻറ്റു Ck ഇൻറ്റു an minus k is equal to 0. ഈ ഈക്വൽ ടു 0 റൈറ്റ് സൈഡ് 0 വന്നു. അതാണ് അസോസിയേറ്റഡ് ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ. ഈ അസോസിയേറ്റഡ് ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോമോജീനിയസ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് ANH എന്ന് പറയുന്നത്. ഇനി അത് നമുക്ക് കണ്ടുപിടിക്കാനാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, കഴിഞ്ഞ ടോപ്പിക്കിലൊക്കെ പഠിച്ചത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമാണ്. അപ്പോൾ ANPയുടെ വാല്യൂ ആണ് നമുക്ക് അടുത്ത കണ്ടുപിടിക്കാനുള്ളത്. അതിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനൊരു നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് ഒരു ജനറൽ പ്രൊസീജിയർ ഇല്ല. ദർ ഈസ് നോ ജനറൽ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ദി പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി റെക്കറൻസ് റിലേഷൻ. അപ്പോൾ ഇതിൽ എഫ് ഓഫ് എന്നിൻ്റെ ഫോം എന്താണോ, എഫ് ഓഫ് എൻ എന്ന് പറയുന്ന റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ എന്താണോ അതിനനുസരിച്ചാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പർട്ടിക്കുലർ സൊല്യൂഷൻ എഫ് ഓഫ് എന്നിൻ്റെ ഫോമിനനുസരിച്ച് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ അസ്യൂം ചെയ്യുന്നതും നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കും. അതിലാദ്യമായിട്ട് പറയുന്നത് എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഇഫ് എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു സി, ദറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ദെൻ നമ്മൾ അസ്യൂം ചെയ്യുന്ന പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നതും ക്യാപിറ്റൽ A ആയിട്ട് അസ്യൂം ചെയ്യുന്നു. A ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്തെടുക്കും? A എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് Aയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ കേസിൽ പറയുന്നത് B⁻n ഫോമിലാണെങ്കിൽ വേർ B ഈസ് നോട്ട് എ റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ല, റൂട്ട് അല്ല B എങ്കിൽ അങ്ങനെയുള്ള B⁻n ഫോമിൽ ഇപ്പോൾ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എസിൻ്റെ വാല്യൂസിനെയാണ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എസിൻ്റെ വാല്യൂ 2ഉം 3ഉം കിട്ടി. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 5⁻n ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 ഏതല്ല? ഒരു റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ല. സോ നമ്മുടെ അസ്യൂംഡ്
പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ എടുക്കണം? ദറ്റ് ഈസ് എ ഇൻറ്റു ബി റൈസ് ടു എൻ, വേർ എ ഈസ് എ കോൺസ്റ്റൻറ്റ്, എ ഇൻറ്റു ബി റൈസ് ടു എൻ ഫോമിൽ എടുക്കുക. അപ്പോൾ എന്താ പറഞ്ഞത്? എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ ബി റൈസ് ടു എൻ ആണെങ്കിൽ ബി എന്തായിരിക്കണം? ബി ഈസ് നോട്ട് എ റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിരിക്കണം. ബി എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട് അല്ലാതെ ബി റൈസ് ടു എൻ ഫോമിൽ വന്നാൽ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് അസ്യൂം ചെയ്യേണ്ടത് എ ഇൻറ്റു ബി റൈസ് ടു എൻ എന്ന് അസ്യൂം ചെയ്യുക. എ ഇൻറ്റു ബി റൈസ് ടു എൻ. ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആണ്, സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, എഫ് ഓഫ് എൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷനും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യുക. ദെൻ ബി റൈസ് ടു എൻ വെയർ ബി ഈസ് നോട്ട് എ സൊല്യൂഷൻ മീൻസ് റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ദെൻ particular solution may be assumed as a into b raised to n. Then next form, n raised to t, that is polynomial of degree t. n raised to t ഫോമിലാണെങ്കിൽ, n raised to t ആണെങ്കിൽ here the degree is t ആണ്, പോളിനോമിയൽ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ അസ്യൂം ചെയ്യേണ്ടത് എ നോട്ട് പ്ലസ് എ വൺ എൻ പ്ലസ് എ ടു എൻ സ്ക്വയർ പ്ലസ് എ ത്രീ എൻ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എ ടി എൻ റൈസ് ടു ടി. നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? പോളിനോമിയൽ ഇൻ എന്നിലുള്ള പോളിനോമിയലാണ് ഹാവിങ് ഡിഗ്രി ടി. അവിടെ എ നോട്ട്, എ വൺ, എ ടു, എ ത്രീ എക്സെട്ര എ ടി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റുകളാണ്. മനസ്സിലായോ? അപ്പോൾ പോളിനോമിയൽ ഫോമിലാണെങ്കിൽ, എൻ റൈസ് ടു ടി ഫോമിലാണെങ്കിൽ, ഇപ്പോൾ എൻ ക്യൂബ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? എൻ ക്യൂബ് വരെയുള്ള പോളിനോമിയൽ നമ്മൾ എടുക്കണം. ഇവിടെ എൻ സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ, എൻ സ്ക്വയർ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന എൻ സ്ക്വയർ ആണെങ്കിൽ എന്ത് വരണം? എൻ സ്ക്വയർ വരെയുള്ള ടേംസ് നമ്മൾ ആദ്യത്തെ 3 ടേം നമ്മൾ അസ്യൂം ചെയ്യണം. എ എൻ പിക്ക് അസ്യൂം ചെയ്യുക, എന്നിട്ട് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ദെൻ ഫോർത്ത് ഫോം എന്ന് പറയുന്നത് ഇഫ് എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ആർ റൈസ് ടു എൻ. നേരത്തെ പറഞ്ഞതുപോലെ ബി റൈസ് ടു എൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അവിടെ ബി എന്തല്ലായിരുന്നു? നോട്ട് എ റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ആർ ഈസ് എ റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് മൾട്ടിപ്ലിസിറ്റി എസ്. മൾട്ടിപ്ലിസിറ്റി എസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരേ റൂട്ട് തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന കേസ്, അല്ലെങ്കിൽ ഒരേ റൂട്ട് തന്നെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന കേസ്. ഇപ്പോൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെ ഒരു പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്തില്ല ഒരു വാല്യൂ ആണെങ്കിൽ മൾട്ടിപ്ലിസിറ്റി മീൻസ് 1 എന്ന് കിട്ടും. എസിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. Therefore r raised to n, if r is a root of characteristic equation of multiplicity s, then a into n raised to s into r raised to n. A is a constant, a into n raised to s into r raised to n. അപ്പോൾ ആർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു എൻ റൈസ് ടു എസ് ഇൻറ്റു ആർ റൈസ് ടു എൻ. ദെൻ ഫിഫ്ത്ത് form is if f of n is equal to n raised to t into r raised to n, where r is a root of characteristic equation of multiplicity s. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പോളിനോമിയലിൻ്റെയും ആർ റൈസ് ടു എന്നിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് വന്നത്. സോ പ്രോഡക്റ്റ് വരുമ്പോൾ എന്താ ചേഞ്ച് വരുന്നത്? ദാണ്ട ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ വരും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ. അപ്പോൾ കോമ്പിനേഷൻ വരുമ്പോൾ n raised to s into polynomial a naught plus a1 n plus a2 n square plus a3 n cube plus etc plus at n raised to t into r raised to n. അപ്പോൾ എ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ ഭാഗത്ത് കോൺസ്റ്റൻറ്റിന് പകരം നമ്മുടെ പോളിനോമിയലിൻ്റെ ഫംഗ്ഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ n raised to s into a naught plus a1 n plus a2 n square plus etc plus at n raised to t into r raised to n. Then sixth form is if f of n is equal to sin alpha n. എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ സൈൻ ആൽഫ എൻ ആണെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് എ ഇൻറ്റു ആൽഫ എൻ സൈൻ ആൽഫ എൻ പ്ലസ് ബി ഇൻറ്റു കോസ് ആൽഫ എൻ. അത് തന്നെയാണ് കോസ് ആൽഫ എൻ വന്നാലും ദറ്റ് ഈസ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഈസ് എ ഇൻറ്റു സൈൻ ആൽഫ എൻ പ്ലസ് ബി ഇൻറ്റു കോസ് ആൽഫ എൻ. ഇതിൽ നമ്മുടെ ടെക്സ്റ്റിൽ ഈ സൈൻ ആൽഫ എന്നും കോസ് ആൽഫ എന്നും ഒന്നും ടെക്സ്റ്റിനകത്തില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും അത് ചോദിക്കാൻ ചാൻസ് കുറവാണ്.
നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലംസേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് പർട്ടിക്കുലർ സൊല്യൂഷനാണ് അസ്യൂം ചെയ്യേണ്ടതെന്ന് നമ്മൾ f(n)ൻ്റെ ഫോം എന്താണോ അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഓരോ പ്രോബ്ലവും ഓരോ ടൈപ്പാണ്. കാരണം f(n) എന്താണോ അതിനനുസരിച്ച് a(n)p)യുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. പക്ഷേ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് ഒരുപാട് സിംപ്ലിഫിക്കേഷനുള്ള കാര്യമാണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ ടേംസ് കണ്ടുപിടിച്ചെടുത്താൽ അതായി പർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ.